ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മുഖ്യമന്ത്രിക്കായി കെസിക്കുള്ള പിന്തുണ തള്ളാതെ സന്ദീപ് വാര്യർ. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൂഗിൾ മാസ്റ്റർ കഴിഞ്ഞൊരു ചിത്രമാണ്. ആ ചിത്രത്തിൽ സന്ദീപ് വാര്യർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് അതിലങ്ങനെ എഴുതിയിട്ടുണ്ട്. KCയുടെ തങ്ങളുടെ പേരിന്റെ നേരെ KCയുടെ പേര് എഴുതിയിട്ടുണ്ട്. ആ ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളിലും ഒരു ഇന്റേണൽ ഡെമോക്രസി ഉണ്ട്, ഒരു ആഭ്യന്തര ജനാധിപത്യം ഉണ്ടായിരിക്കണം. അപ്പോൾ ദൗർഭാഗ്യവശാൽ അത് ഇല്ലാത്ത രണ്ട് പ്രസ്ഥാനങ്ങളാണ് CPM ഉം BJP-യും. അവിടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ്. CPM ആണെങ്കിൽ CPM-ന് ഒരു അധികാരം, ഒരു സെൻട്രൽ പവറുണ്ട്. ആ ഒരു പവർ സെൻറ്ററിൽ നിന്നാണ് തീരുമാനങ്ങൾ വരുന്നത്. BJP-ക്ക് ആണെങ്കിൽ നാഗ്പൂരിൽ നിന്നാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത്. അത് താഴെ തലങ്ങളിലേക്ക് യാന്ത്രികമായിട്ട് അനുസരിക്കുന്ന ആളുകളാണ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുള്ളതെങ്കിൽ കോൺഗ്രസ് ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ അത് കോൺഗ്രസിലെ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യത്തെയാണ് കാണിക്കുന്നത്. ഞങ്ങളൊക്കെ അഭിപ്രായം തേടിയിട്ടുണ്ടെങ്കിൽ, ഞങ്ങളൊക്കെ അഭിപ്രായത്തെ മതിച്ചിട്ടുണ്ടെങ്കിൽ അതെന്താ സൂചിപ്പിക്കുന്നത്? കോൺഗ്രസ് ഒരു വിശാലമായ ഡെമോക്രാറ്റിക് പാർട്ടിയാണ്. അവരെല്ലാ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകൻ്റെയും ജനപ്രതിനിധിയൊക്കെ അഭിപ്രായങ്ങൾ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു മനോഹരമായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയയല്ലേ? അതങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെയാണ് സംഭവിക്കേണ്ടത്. മുകുൾ വാസ്നിക്കിന്റെ കയ്യിലുള്ള പട്ടികയുടെ ചിത്രം പുറത്തു വന്നത് താൻ കണ്ടിട്ടില്ലെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. ആർക്കാണ് പിന്തുണ എന്നത് പുറത്തു പറയാനില്ല. കോൺഗ്രസ് ജനാധിപത്യ പാർട്ടിയാണ്. MLA-മാരോട് അഭിപ്രായം ചോദിച്ചാണ് തീരുമാനമെടുക്കുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തനിക്ക് മുസ്ലിം ലീഗിനോടും പാണക്കാട് കുടുംബത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മാത്യു കുഴൽനാടന്റെ ലീഗിനെതിരായ പ്രസ്താവന കണ്ടിട്ടില്ല. അറ്റവും മൂലയും മുറിച്ചെടുത്ത് മാധ്യമങ്ങൾ വാർത്ത നൽകാറുണ്ട്. അതുകൊണ്ട് ചിലർക്ക് വിഷമം തോന്നിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങളതിനെ അരികും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള വിധത്തിലൊക്കെ നിങ്ങളത് പുറത്ത് വിടും. എന്നിട്ട് അത് കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ വിഷമം ഉണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ ഞാൻ കുറേ കാലം അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ചെറിയൊരു കാര്യം പറയും, നമ്മളൊരു കാര്യം പറയും, ചിലപ്പോൾ ഞാൻ വേറൊരാളെ കോട്ട് ചെയ്ത് പറഞ്ഞായിരിക്കും, പക്ഷേ പുറത്ത് വരുന്നത് എന്തായിരിക്കും? ഞാനത് പറഞ്ഞു എന്നായിരിക്കും. ഇതൊക്കെ എന്താണ് പറഞ്ഞത് എന്ന് സംബന്ധിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാതെ സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞത് ശരിയല്ല. എന്നെ സംബന്ധിച്ചോളം, വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചോളം, എന്നെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു കുടുംബം എന്നുള്ള നിലയ്ക്ക് എനിക്ക് വലിയ കടപ്പാടും നന്ദിയുമുള്ളതാണ്. അത് നേരിട്ട് വരേണ്ടത് എന്റെ ബാധ്യതയാണ്. കോൺഗ്രസിൽ ഫ്ലക്സ് ഉയർത്തുന്നതും പ്രകടനവുമെല്ലാം ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത് പരിധി കടക്കരുത്. വാരാണസിയിൽ മോദി ഉയർത്തു ജയിച്ചതുപോലെയാണ് ധർമ്മടത്ത് പിണറായിയും ജയിച്ചതെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.